നമ്മുടെ ആദ്യ പ്രൊഡക്റ്റ് ഒരു എക്സ്റ്റേണൽ സൗണ്ട് ഗാർഡാണ്. ഇപ്പോൾ HDMI ഒക്കെ ആയില്ലേ, ഇനി എന്തിനാണ് എക്സ്റ്റേണൽ സൗണ്ട് ഗാർഡ്? ഇതാണ് നമ്മുടെ VGA to HDMI. അപ്പോൾ ഇത് തന്നെയല്ലേ നേരത്തെ കാണിച്ചെന്ന് പറയണ്ട. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ച HDMI സ്പ്ലിറ്ററാണ്. നമ്മുടെ മൂന്നാമത്തെ പ്രൊഡക്റ്റാണ് 4 പോർട്ട് USB സ്വിച്ച് 1 വാട്ടിൻ്റെ ഒരു സ്പോട്ട് ലൈറ്റ് ആണ്. സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ 3 പുതിയ പ്രൊഡക്റ്റുകളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ആദ്യ പ്രൊഡക്റ്റ് ഒരു എക്സ്റ്റേണൽ സൗണ്ട് ഗാർഡാണ്. എക്സ്റ്റേണൽ സൗണ്ട് ഗാർഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ HDMI ഒക്കെ ആയില്ലേ, പിന്നെ എന്തിനാണ് എക്സ്റ്റേണൽ സൗണ്ട് ഗാർഡ്? ശരിയാണ്, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ചിലരുടെ വീട്ടിൽ കമ്പ്യൂട്ടർ HDMI ഇല്ലാത്ത കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. ആ കമ്പ്യൂട്ടറിൻ്റെ ഓൺ ബോർഡിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് കംപ്ലൈൻ്റ് ആയി നമ്മൾ എന്ത് ചെയ്യും? വേറെ ഓപ്ഷൻസ് ഇല്ല. ഈ സാധനം ഒരെണ്ണം വാങ്ങിക്കല്ലേ, ഈ സാധനം ഒരെണ്ണം വാങ്ങിച്ചങ്ങ് ഫിറ്റ് ചെയ്താൽ നിങ്ങളുടെ ഓഡിയോ റെഡി. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 രൂപയ്ക്ക് 250 രൂപയ്ക്കും നമുക്ക് ഈ പറഞ്ഞ സൗണ്ട് ഗാർഡ് ലഭിക്കുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള മോഡൽ, ഒരു 7.1 ഔട്ട്പുട്ട്, അതായത് നിങ്ങളുടെ സ്റ്റീരിയോ ഇതിനകത്തോട്ട് ഇൻപുട്ട് ചെയ്തിട്ട് ഒരു 7.1 ഔട്ട്പുട്ട് കൊടുക്കാവുന്ന രീതിയിലാണ് ഈ സാധനം വന്നിരിക്കുന്നത്. ഒന്ന് കണ്ടു നോക്ക്, കണ്ടോ? അപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും വീടുകളിൽ കമ്പ്യൂട്ടറിൻ്റെ ഓൺ ബോർഡ് ഓഡിയോ ഔട്ട്പുട്ട് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നേരത്തെയൊക്കെ ഇൻറ്റേർണൽ ക്രിയേറ്റീവിൻ്റെയൊക്കെ ഒരു സൗണ്ട് കാർഡൊക്കെ കിട്ടുമായിരുന്നു. പക്ഷേ അതൊന്നും ഇനി ആവശ്യമില്ല. കാരണം ഇനിയിപ്പോൾ പുതിയൊരു ടെക്നോളജി HDMI ആയതുകൊണ്ട് ഇനിയിപ്പോൾ അത്തരത്തിലേക്കൊരു സംഭവം നമ്മൾ ഒരുപാട് കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകണ്ട. ഇത് വെറും 390 രൂപ വരുന്നുള്ളൂ. 390 രൂപയ്ക്ക് നിങ്ങൾക്ക് സൂര്യ ഇലക്ട്രോണിക്സിൽ നിന്ന് ഈ സാധനം പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ സാധനം നിങ്ങൾക്ക് വാങ്ങിച്ച് വേണമെങ്കിൽ ഒരു 7.1 നിങ്ങൾ ഇത് വെച്ച് കണക്ട് ചെയ്തു. 7.1 എന്ന് പറഞ്ഞാൽ 7.1 കിട്ടുമൊന്നുമില്ല കേട്ടോ. അതായത് നിലവിലുള്ള സ്റ്റീരിയോ ചാനൽ സ്പ്ലിറ്റ് ചെയ്ത് ഒരു 7 ചാനലാക്കി വേണേൽ ആമ്പിട്ട് കൊടുക്കാം, അത്രയേ ഉള്ളൂ. പക്ഷേ എന്നാലും 390 രൂപയ്ക്ക് ഞാനും ഒരു 7.1 അല്ലേ കാണണേ എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ ഓഡിയോ ഔട്ട്പുട്ട് കമ്പ്യൂട്ടറായ ഏതെങ്കിലും നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പുമായി കണക്ട് ചെയ്യുക, ഈ സാധനം മേടിക്കുക, കൊണ്ട് ഫിറ്റ് ചെയ്യുക. പിന്നെ ഈ 150 രൂപയ്ക്ക് 250 രൂപയ്ക്ക് കിട്ടുന്ന സൗണ്ട് കാർഡിനേക്കാളും കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള സൗണ്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ഐറ്റമാണ് ഇവനാണ് പുലി. നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഒരു VGA to HDMI ആണ്. അപ്പോൾ ഇത് തന്നെയല്ല നേരത്തെ കാണിച്ചതെന്ന് പറയണ്ട. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ച HDMI സ്പ്ലിറ്ററാണ്. ഈ സാധനം VGAയിൽ നിന്ന്, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ടാണ് VGA എന്ന് പറയുന്നത്. ആ VGA ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് ഒരു HDMIയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൺവെർട്ടറാണിത്. നിലവിൽ നമ്മുടെ പഴയ PCകളിൽ, അതായത് നേരത്തെയുള്ള PCകളിൽ പലരുടെയും വീട്ടിൽ HDMI ഔട്ട്പുട്ട് ഉണ്ടാവില്ല. അപ്പോൾ അത്തരം PCകളിൽ ഇപ്പോൾ മോണിറ്ററൊക്കെ ചിലപ്പോൾ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ പുതിയ മോണിറ്റർ വാങ്ങിക്കുമ്പോൾ ആ പുതിയ മോണിറ്ററുകളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ HDMI ഉണ്ടാവും. ആ മോണിറ്ററിലേക്ക് ഈ സാധനം മേടിച്ച് കഴിഞ്ഞാൽ കണക്ട് ചെയ്യാൻ പറ്റും. ഈ സാധനം ഇല്ലെങ്കിൽ നമുക്ക് VGA തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ മോണിറ്ററിൻ്റെ ഫെസിലിറ്റി, ആ HDMIയുടെ ക്വാളിറ്റി കുറച്ചും കൂടെ അനുഭവിക്കാൻ നമുക്ക് ഈ കൺവെർട്ടർ വെച്ച് പറ്റും. അപ്പോൾ ഈ കൺവെർട്ടർ അങ്ങനെ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ ഇത് അവൈലബിൾ ആണ്. 550 രൂപയ്ക്ക് ഈ സാധനം നമ്മുടെ ഷോപ്പിൽ ലഭിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ VGA to HDMI. അതായത് ഇത് VGA ഇൻപുട്ട്, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഇൻപുട്ട് ഇവിടെ കണക്ട് ചെയ്യുക. അതിനുശേഷം ഇത് ഔട്ട്പുട്ട്, അതായത് നിങ്ങളുടെ മോണിറ്ററിലേക്കോ അല്ലെങ്കിൽ LED TVയിലേക്കോ ഈ സാധനം വെച്ച് കണക്ട് ചെയ്യാവുന്നതാണ്. അതായത് നമ്മുടെ CPU നേരെ നമ്മുടെ LED TVയിലേക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റും. കാരണം VGA ഇൻപുട്ട് ചില LED TVകളിൽ VGA ഇൻപുട്ട് ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു സംഭവത്തിന് നല്ലൊരു കാര്യമാണ് ഈ സാധനം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ LED TVയിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിന് എക്സ്റ്റേണൽ ഓഡിയോ ഔട്ട്പുട്ട് എടുക്കാവുന്നതാണ്. കാരണം ഒരു VGA നമുക്ക് നിലവിൽ ഇൻപുട്ട് എടുക്കും. VGA നമുക്ക് നേരെ കമ്പ്യൂട്ടറിൽ നിന്ന് ഇൻപുട്ട് എടുക്കാവുന്നതാണ്. അന്നേരം ഓഡിയോ നമുക്ക് HDMI എന്ന് പറയുമ്പോൾ ത്രൂ ആണ് കയറി പോണത്. അപ്പോൾ ആ തരത്തിൽ നമുക്ക് നിലവിൽ ഓഡിയോ നേരെ ഇതിനകത്തോട്ട് കണക്ട് ചെയ്യാം. അതായത് നിങ്ങളുടെ CPU നിന്ന് അനലോഗ് ഓഡിയോ ഇൻപുട്ട് ഇതിനകത്തോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡിജിറ്റലായിട്ട് HDMIയുടെ പാസ് ത്രൂ ആയിട്ട് തന്നെ കയറിപ്പോവും. നേരെ ഒരേ കേബിളിൽ തന്നെ ഓഡിയോയും വീഡിയോയും കൂടെ മിക്സ് ആവും. സത്യത്തിൽ ഈ ഒരു ടെക്നോളജി തന്നെയാണ് പുതിയ HDMI കംപ്ലീറ്റ് എല്ലാം വന്നത്. അപ്പോൾ അതൊരു കൺവെർട്ടറാക്കി തന്നേക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇത്. പക്ഷേ ഇങ്ങനെ ഒരു കൺവെർട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ CPU മാറ്റണ്ട. അല്ലെങ്കിൽ പക്ഷേ എന്നാലും ഈ പറഞ്ഞ പോലെ HDMI to HDMI പോകണ ആ ഒരു സെയിം ക്വാളിറ്റി മറ്റേ കിട്ടില്ല. എങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് തൽക്കാലത്തേക്ക് യൂസ് ചെയ്യാൻ ഈ കൺവെർട്ടർ ഉണ്ടെങ്കിൽ ഈ തരത്തിൽ
ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ സാധനം നമ്മുടെ സൂര്യ ഇലക്ട്രോണിക്സിൽ ലഭ്യമാണ്. 550 രൂപയ്ക്ക് ഈ സാധനം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. നമ്മുടെ മൂന്നാമത്തെ പ്രൊഡക്റ്റാണ് 4 പോർട്ട് USB സ്വിച്ച്. 4 CPU ഒരു പ്രിൻ്ററും നമ്മുടെ വീട്ടിലുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ആ പ്രിൻ്ററിലേക്ക് നെറ്റ്വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഇത്. അപ്പോൾ ആ 4 CPU ഔട്ട്പുട്ട് എടുത്ത് ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുക. അതായത് 4 CPU 4 കേബിള് ഇൻപുട്ട് ഇതിനകത്തോട്ട് കണക്ട് ചെയ്യുക. ഈ ഇൻപുട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് നേരെ പ്രിൻ്ററിലേക്ക് പോകും. അതായത് ഏത് CPU നമുക്ക് ഒരു പ്രിൻ്റ് എടുക്കണമെങ്കിൽ നേരെ ആ പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് CPU പ്രിൻ്റ് കൊടുത്താലും ഈ ഒരു പ്രിൻ്ററിൽ വർക്ക് ചെയ്യും. നമ്മുടെ പ്രിൻ്ററും CPU നെറ്റ്വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഐറ്റമാണ് ഈ 4 പോർട്ട് USB എന്ന് പറഞ്ഞ ടെക്നോളജി. ഇതിൻ്റെ കണക്ടിവിറ്റി കാര്യങ്ങൾ ഇതിൻ്റെ ബാക്കിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും, കണ്ടോ? അതായത് CPU എന്നുള്ള ഇൻപുട്ട് ഇതിൻ്റെ 4 ഇൻപുട്ടിലേക്ക് പോവുകയാണ്. CPU എന്നുള്ള ഔട്ട്പുട്ട് ഇതിൻ്റെ 4 ഇൻപുട്ടിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് നേരെ ഒരു പ്രിൻ്ററിലേക്കാണ് പോണത്. അതായത് ഏത് CPU പോലും പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രിൻ്റർ അത് കൈകാര്യം ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് പുറത്ത് തരും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കിത് വീട്ടിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 1-2 കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ 4 കമ്പ്യൂട്ടർ ഉപയോഗിക്കണമെന്നില്ല. ഇപ്പോൾ 2 കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഒരു പ്രിൻ്ററാണ് വീട്ടിലുള്ളൂ. അവിടെ നിന്ന് താഴ്ന്ന് USB കൊണ്ടുപോയി മാറ്റിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കേബിൾ ഉണ്ടെങ്കിൽ, അഡീഷണൽ ഒരു കേബിൾ ഉണ്ടെങ്കിൽ ഈ പ്രിൻ്ററിലേക്ക് കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രിൻ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ തരത്തിലുള്ള സാധനങ്ങൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതും നമ്മുടെ സൂര്യ ഇലക്ട്രോണിക്സിന് അവൈലബിൾ ആണ്. കാരണം സൂര്യ ഇലക്ട്രോണിക്സ് എന്ന സ്ഥാപനത്തിൽ കമ്പ്യൂട്ടർ ആക്സസറീസ്, മൊബൈൽ ആക്സസറീസ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കും അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ആവശ്യം വന്നാൽ നിങ്ങൾ ഓടിച്ചു തന്നിട്ട് നിങ്ങളൊരു കമ്പ്യൂട്ടർ ഷോപ്പിലേക്കൊന്നും പോകണ്ട. ആദ്യം സൂര്യ ഇലക്ട്രോണിക്സിലൊന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് മറ്റു ഷോപ്പുകളിലേക്ക് പോകാം. നമുക്ക് ഇതിൻ്റെ സാധനം ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ 1, 2, 3, 4 അതായത് നിങ്ങളുടെ CPU എന്നുള്ള 4 ഇൻപുട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഔട്ട്പുട്ടാണ് നിങ്ങളുടെ പ്രിൻ്ററിലേക്ക് പോകുന്നത്, ഔട്ട്പുട്ട് USB. പിന്നെ ഇത് ഓരോ സമയത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി എങ്ങനെ വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സ്വിച്ചിങ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ? ABCDF അല്ല ABCD എന്ന് പറഞ്ഞ് 4 സ്വിച്ചിങ് കൊടുത്തിട്ടുണ്ട്. അതായത് 4 CPU കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ സ്വിച്ചിങ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ? ഒരേ സമയം ഒരെണ്ണം കണ്ടോ? ഓരോന്നേ ഒരേ സമയത്ത് വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ സ്വിച്ചിങ് ആണ് ഇതിൻ്റെ സിസ്റ്റം. ഈ സാധനത്തിൻ്റെ വില നമ്മുടെ ഷോപ്പിൽ 750 രൂപയാണ് വരുന്നത്. 750 രൂപയ്ക്ക് സൂര്യ ഇലക്ട്രോണിക്സിൽ നിന്ന് ഈ സാധനം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതെ. ഒരു പ്രൊഡക്റ്റോടെ ഉണ്ട് 1 വാട്ടിൻ്റെ ഒരു സ്പോട്ട് ലൈറ്റാണ്. സ്പോട്ട് ലൈറ്റ് ഉപയോഗിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ഗോഡിൻ്റെ ഫോട്ടോസുകൾ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കന്മാർ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ ഫ്രെയിമാക്കി വെക്കാറുണ്ട്. അത്തരത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി സ്പോട്ട് ലൈറ്റ് ഉപയോഗിക്കാറുണ്ട്. കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് ബേസിക്കലി നമ്മുടെ ഗോഡിൻ്റെ ഒരു വലിയ ഫോട്ടോ നമ്മുടെ റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തോട്ട് സ്പോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ സ്പോട്ട് ചെയ്തേക്കുന്ന ഒരു രംഗം കാണിച്ചു തരാം. അതുകൂടാതെ ഇത് തെളിച്ചും കാണിച്ചു തരാം. പിന്നെ ഇപ്പം ഞാൻ ഈ കൊണ്ടുവന്നേക്കണ ഈ 1 വാട്ട്സിൻ്റെ സ്പോട്ട് ലൈറ്റ് എന്ന് പറയുന്നത് ബ്ലൂ കളറാണ്. അപ്പോൾ ബ്ലൂ കളറിൽ സ്പോട്ട് ചെയ്ത് അടിക്കും. ഇതിൻ്റെ വാമുണ്ട്, അതുപോലെ തന്നെ ഗ്രീൻ ഉണ്ട്, അതുപോലെ റെഡ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള മൾട്ടി കളർ നമ്മുടെ കൈവശമുണ്ട്. ഏറ്റവും കൂടുതൽ പോകുന്നത് ബ്ലൂവും വാം കളറുമാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ യേശുക്രിസ്തുവിൻ്റെ ഒരു ഫോട്ടോ നമ്മളിവിടെ നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഫോട്ടോയിലേക്ക് ഞാൻ ഈ സ്പോട്ട് ലൈറ്റ് കാണിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഞാനിപ്പോൾ ഇത് ഒന്ന് തെളിച്ച് കാണിക്കാം. ഇതാണ് എൻ്റെ DC സർക്യൂട്ട്. കണ്ടോ? ഇത് നേരെ AC-ലേക്ക് കണക്ട് ചെയ്യാം. അതുകൂടാതെ ഈ സ്പോട്ട് ലൈറ്റിൻ്റെ പ്രത്യേകതയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ? അപ്പോൾ ഇത് ഭിത്തിയിൽ നേരെ വെച്ച് കഴിഞ്ഞാൽ നേരെ ഫോട്ടോ എവിടെയാണ് നിൽക്കുന്നത് അങ്ങോട്ട് ഫോക്കസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ടെക്നോളജിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമുക്കെന്താണെങ്കിലും ഒന്ന് കത്തിച്ച് നോക്കാം. സ്പോട്ട് ലൈറ്റ് ഒരു ഭിത്തിയിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് നമ്മുടെ ഫോട്ടോയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഭംഗിയാണ്. താഴെ ഒരു LED സ്ട്രിപ്പൊക്കെ കൊടുക്കുന്ന പലരും താഴെ ഒരു ചുറ്റുമൊക്കെ LED സ്ട്രിപ്പ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ ഏറ്റവും ഭംഗി കൂടുതലാണ് ഈ സാധനം ഇങ്ങനെ സ്പോട്ട് ലൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത്തരം സ്പോട്ട് ലൈറ്റുകൾ നമ്മുടെ ഷോപ്പിലുണ്ട്, സൂര്യ ഇലക്ട്രോണിക്സിലുണ്ട്. ഇതിൻ്റെ മൾട്ടി കളർ കാര്യങ്ങളെല്ലാം നമ്മുടെ ഷോപ്പിലുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഫോട്ടോയിൽ അവിടെ കണക്ട് ചെയ്തേക്കണം, ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ ആദ്യം പറഞ്ഞായിരുന്നു. അത് ഇപ്പോൾ തന്നെ കാണിച്ചു തന്നേക്കാം. ഓക്കെ, പക്ഷെ ഇത് വീഡിയോ കാണുമ്പോൾ നല്ല ഭംഗി കിട്ടുന്നില്ല കേട്ടോ.
പക്ഷേ ഇത് നേരിട്ട് നോക്കി കഴിഞ്ഞാൽ ഭംഗിയാണ്. ക്യാമറയിൽ തന്നെ ഇങ്ങനെ വന്നേക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ നല്ലൊരു ഗ്ലേസിങ് കണ്ടോ. ക്യാമറയിൽ അത്രയ്ക്ക് ഗ്ലേസിങ് പോരാ. എന്നാലും കുഴപ്പമില്ല. എന്നാലും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമായിക്കുള്ളൂ. കാരണം വെച്ചാൽ ക്യാമറയിൽ അത്രയ്ക്ക് ഇങ്ങോട്ട് പോരാ. എന്നാലും ഭംഗി തന്നെയാണ്. ഇതിനേക്കാളും ഇരട്ടി ഭംഗിയുണ്ട് നിങ്ങൾ നേരിട്ട് കണ്ടാൽ. ക്യാമറയിൽ അത് അത്രയ്ക്ക് ഇങ്ങോട്ട് പോരായ്മയുണ്ട്. അപ്പോൾ ഈ സ്പോട്ട് ലൈറ്റിൻ്റെ റേറ്റ് 360 രൂപയ്ക്ക് ഇതിൻ്റെ മൾട്ടി കളറുകളെല്ലാം നമ്മുടെ സൂര്യ ഇലക്ട്രോണിക്സിൽ ലഭ്യമാണ്. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്ന് ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനാണ്. അപ്പോൾ ഇന്നത്തെ റിവ്യൂ നമ്മളിവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇതുപോലുള്ള പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ നമ്മുടെ ഷോപ്പിലെത്തുമ്പോൾ നിങ്ങളെ ഞാൻ അറിയിക്കുന്നതാണ്. ആരെങ്കിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ഓക്കെ. Watching where I step, still hanging in the balance, not the life I want to